ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെക്കേഡ് കൗണ്ടർ CD4017 പിന്നെ 555 ഐസിയും കൂടെ യൂസ് ചെയ്ത ഒരു RGB LED സ്ട്രിപ്പിന്റെ ഒരു ചേസർ സർക്യൂട്ടാണ്. CD4017 ഐസിക്ക് ഡയറക്റ്റ് ആയിട്ട് LED സ്ട്രിപ്പിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു BC547 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡെക്കേഡ് കൗണ്ടറിന്റെ ഈ ചേസർ സർക്യൂട്ടിൽ അത് CD4017 അത് ഓൾറെഡി അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ സർക്യൂട്ടൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫുൾ സർക്യൂട്ട് ഡയഗ്രാം. പിന്നെ 555 ICയുടെ ടൈമർ ഞാൻ ഓൾറെഡി അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് മുമ്പത്തെ ഏതോ വീഡിയോ ഞാൻ അസംബിൾ ചെയ്തതാണ്. അതിനെ റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ഇതിന്റെ LED സ്ട്രിപ്പിന്റെ ഡ്രൈവർ സർക്യൂട്ടാണ്, BC547 യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ചെറിയൊരു സ്ട്രിപ്പിന്റെ ചെറിയൊരു പീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ BC547 യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു 5 മീറ്റർ നീളത്തിലുള്ള RGB സ്ട്രിപ്പിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ D882 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യണം. കാരണം അത് മതിയാവും. കാരണം ഇത് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പിന്നെ അധികം നേരം അത് നിൽക്കൂല. അപ്പം D882 തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് കത്തിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? റെഡ്, ബ്ലൂ, ഗ്രീൻ, സിയാൻ, മജന്റ, യെല്ലോ ആൻഡ് വൈറ്റ് കളർ. ഇങ്ങനത്തെ കളേഴ്സ് ആണ് നമ്മൾ ഈ സ്ട്രിപ്പിൽ നിന്ന് കത്തിക്കാൻ പോകുന്നത്. ഇതിന്റെ സർക്യൂട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഡയോഡ് എന്ന് പറയുന്ന സാധനത്തിന്, ഡയോഡ് അറിയാലോ, സാധാരണ ഡയോഡിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഇതിനകത്ത് ഉണ്ടെന്ന്. കാരണം നമ്മൾ CD4017 7 ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യണം. പിന്നീട് പിടിച്ച് റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ 10 ഔട്ട്പുട്ട് ഉള്ളതിൽ 7 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഈ 7 എണ്ണത്തെയും കൂടെ കൺട്രോൾ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ലൈൻ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ഒരു ഡയോഡാണ്. കുറച്ച് CD1N4007 എന്ന് പറയുന്ന ഡയോഡ് ഉപയോഗിച്ചാണ് ഈ കളേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, പക്ഷേ ഡയോഡിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഇതിനുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. 1N4007 എന്ന് പറഞ്ഞ റെക്ടിഫയർ ഡയോഡ് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. 1N4N480 തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏതായാലും മതി. പിന്നെ ഇതാണ് നമ്മൾ LED സ്ട്രിപ്പ്. ഇതിനകത്ത് LED സ്ട്രിപ്പിൽ പോസിറ്റീവ് കോമൺ ആണ്, പിന്നെ നെഗറ്റീവിൽ ഗ്രീൻ, റെഡ്, ബ്ലൂ ഈ 3 കളറും കൊടുക്കും. നമ്മൾ മൾട്ടിപ്പിൾ കളർ ഉണ്ടാക്കാൻ വേണ്ടി, പ്രൈമറി കളർ ഒഴിച്ചുള്ള കളർ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഡയോഡ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. സർക്യൂട്ട് കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, ഓ ഇത് വളരെ സിമ്പിൾ അല്ലേ ഇത്. ഇതാണ് അതിന്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാമേ. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം നോക്കുമ്പോൾ അറിയാം, ലെഫ്റ്റ് സൈഡിൽ 555 ടൈമർ, അത് ഉപയോഗിച്ച് ക്ലോക്ക് പൾസ് ജനറേറ്റർ ആണ്. അത് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾക്ക് അറിയാം, ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യേണ്ട ഒരു സർക്യൂട്ടാണ്. ഈ ക്ലോക്ക് പൾസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്താണ്? രണ്ടാമത്തെ ഐസി എന്നാണ് CD4017 ഡെക്കേഡ് കൗണ്ടർ, അതായത് ചേസർ സർക്യൂട്ട്. അപ്പൊ നമ്മൾ 555 ടൈമറിന്റെ 3ാമത്തെ പിന്നെടുത്ത് ക്ലോക്ക് പൾസ് ജനറേറ്ററിന്റെ 14ാമത്തെ പിന്നിൽ ഒരു 100 Ohm ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും നിങ്ങൾക്ക് അറിയാം, ചേസർ, സിമ്പിൾ ഒരു ചേസർ സർക്യൂട്ടാണ്. ഇനി CD4017 ഔട്ട്പുട്ട് നോക്കിക്കോ, 7 ഔട്ട്പുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 8ാമത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 6ാമത്തെ പിൻ, അതിനെ എടുത്ത് 15ാമത്തെ പിന്നിൽ റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റീസെറ്റ് അതങ്ങ് വിട്ടേക്കും. ഇനി ഈ 7 പിന്നിനെ ഒരു 1K റെസിസ്റ്റർ ഇട്ട് BC547 ബേസിക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുൾ LED സ്ട്രിപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ BC547 സ്ഥാനത്ത് D882 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യണം. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഡ്രൈവറിന്റെ ഔട്ട്പുട്ടിൽ ട്രാൻസിസ്റ്റർ ഡ്രൈവറിന്റെ ബേസിലോട്ട് ഈ 1K റെസിസ്റ്റർ ഇട്ട് കൊടുത്തു. അപ്പം ഇപ്പൊ എന്ത് സംഭവിക്കും, നമ്മളിപ്പോ സർക്യൂട്ട് ഓൺ ചെയ്ത 3ാമത്തെ പിൻ, 2ാമത്തെ പിൻ, 4ാമത്തെ പിൻ, ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഈ
LED സ്ട്രിപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ LED സ്ട്രിപ്പ് എന്ന് വെച്ചാൽ കോമൺ ആനോഡ് ടൈപ്പ് ആണ്. കോമൺ ആനോഡ് വെച്ചാൽ പോസിറ്റീവ് ആണ് കോമൺ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ റെഡ് ബ്ലൂ ഗ്രീൻ സ്ട്രിപ്പിന്റെ ടെർമിനൽ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഏറ്റവും മുകളിലത്തെ ട്രാൻസിസ്റ്റർ ഉണ്ടോ അതെന്ന് പറഞ്ഞാൽ റെഡിനെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെഡ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നേരെ എടുത്ത് അതിന്റെ കളക്ടർ എടുത്ത് നേരെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ഡയോഡ് കൊടുത്തിട്ടുണ്ട്, 3 ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഉണ്ടോ അത് നേരെ എടുത്ത് ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 3 ഇത് കൊടുത്തിട്ടുണ്ട്. ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിലാണ് അവിടെ കൊടുത്തേക്കണം. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ഇത് കണ്ടോ, മൂന്നാമത്തത് ഗ്രീനിൽ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 3 ട്രാൻസിസ്റ്റർ റെഡ് ബ്ലൂ ഗ്രീൻ കത്തിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണം. പക്ഷേ നാലാമത്തെ ട്രാൻസിസ്റ്റർ ഉണ്ടോ, നാലാമത്തെ ട്രാൻസിസ്റ്റർ നേരിട്ടെടുത്ത് ഒരു ഇതിലും കൊടുത്തിട്ടില്ല. അതിന് പകരം 2 ഡയോഡിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് ബ്ലൂയിലും ഗ്രീനിലും ആണ് പിടിച്ച് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അപ്പം ഇത് LED സ്ട്രിപ്പ് കോമൺ ആനോഡാണ്. കോമൺ ആനോഡ് വെച്ചാൽ നെഗറ്റീവ് ടെർമിനലാണ് വരണം. അപ്പൊ നെഗറ്റീവ് ടെർമിനൽ എങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും? ആ നാലാമത്തെ ട്രാൻസിസ്റ്റർ വഴി കംപ്ലീറ്റ് ആവും. പക്ഷെ നാലാമത്തെ ട്രാൻസിസ്റ്റർ വഴി കംപ്ലീറ്റ് ആകുമ്പോൾ 2 ഡയോഡാണ്. അപ്പൊ 2 LED സ്ട്രിപ്പ് ഒരുമിച്ച് കത്തും. അതായത് 2 LEDs ഒരുമിച്ച് കത്തും. കാരണം 2 ഡയോഡ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മുകളിലത്തെ 3 ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. നാലാമത്തെ ട്രാൻസിസ്റ്റർ മാത്രമേ ഓൺ ആവുന്നുള്ളൂ. അപ്പൊ ഓൺ ആവുമ്പോൾ 2 LED കത്തും. കാരണം എന്ന് വെച്ചാൽ 2 സ്ട്രിപ്പിലോട്ടാണ് പിടിച്ച് നെഗറ്റീവ് കൊടുത്തേക്കുന്നത്. അപ്പം അതിന്റെ നെഗറ്റീവ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 2 ഇത് വഴിയാണ്. ഇനി 5-ാമത്തെ ട്രാൻസിസ്റ്റർ നോക്കിയോ, അത് 2 എണ്ണം സിയാൻ കളർ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പിലോട്ടാണ് 2 ഡയോഡും പോയേക്കുന്നത്. 6-ാമത്തെ ട്രാൻസിസ്റ്റർ യെല്ലോ കളർ കത്തിക്കാൻ വേണ്ടിയോ. ഏറ്റവും അവസാനത്തതാ 7-ാമത്തത്. അത് കത്തുമ്പോൾ 3 LEDs റെഡ് ബ്ലൂ ഗ്രീൻ ഒരുമിച്ച് കത്തും. അപ്പൊ ഇതിന് വൈറ്റ് കളർ ആയിരിക്കും നമുക്ക് വരുന്നത്. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫ്ലോ കംപ്ലീറ്റ് മനസ്സിലാവും. നമുക്കിനി ഇതിനെ പവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് LED കത്തുന്നത് വളരെ ഫെയ്ഡായിട്ടേ കാണുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് പറയുമ്പോൾ എന്റെ സ്റ്റുഡിയോയുടെ ബ്രൈറ്റ്നസ് ഭയങ്കര കൂടുതലാണ്. 3-4 ലൈറ്റുകൾ വെച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ സ്റ്റുഡിയോയുടെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ബ്രൈറ്റ്നസ് കാണാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ റീസണും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാരണം എനിക്കും ഡെവലപ്പ് ആവണമല്ലോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.